ഒന്നുമല്ല. പക്ഷെ നമ്മളൊരു മാനദണ്ഡം എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ പറയുന്നത് അങ്ങനെയാണ്. എന്തായാലും ആ A+ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 500ഓളം വിദ്യാർത്ഥികളാണ് നമ്മുടെ ബ്ലോക്ക് പരിധിയിലുള്ളത്, 10ാം ക്ലാസ്സിലും +2-ലുമായിട്ട്. ഈ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളെല്ലാവരും തന്നെ, ഇന്ന് നല്ല മഴയായിരുന്നു അല്ലെ, രാവിലെ മുതൽ നല്ല മഴയായിരുന്നു. അപ്പൊ ഞങ്ങൾ ശരിക്കും നല്ല ആശങ്കയിലായിരുന്നു. മഴയൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വരാൻ പ്രയാസമാകുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ആശങ്കയുടെ എല്ലാം തന്നെ അസ്ഥാനത്താക്കിക്കൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളെല്ലാവരും തന്നെ ഈ പരിപാടിക്ക് വന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ അതിയായ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊക്കെ തന്നെ ഉന്നതമായിട്ടുള്ള വിജയമാണ് നേടിയിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് കൂടിയാണ്. എന്തായിരുന്നാലും ഈ ഒരു വിജയം നേടിയാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കമാണ്. നിങ്ങൾ ഇനി ജീവിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു മികച്ച വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ, നിങ്ങളെ അതിന് പ്രാപ്തമാക്കിയിട്ടുള്ള അധ്യാപകരെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും വഴികാട്ടികളുണ്ട്, നിങ്ങൾക്ക് എല്ലാ നിലക്കും നിങ്ങൾ അതിന് പ്രാപ്തമാക്കിയ നിങ്ങളുടെ രക്ഷിതാക്കളെ എല്ലാവരും തന്നെ ഈ ഒരു അവസരത്തിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി ഹൃദയം നിറഞ്ഞ് ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലക്കകത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലക്കകത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന രീതിയിലല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഇടപെടലുകൾ ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള നിലയിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ 7 ഗ്രാമപഞ്ചായത്തുകൾക്കും ഇടയിൽ, നമ്മുടെ വിദ്യാലയങ്ങൾക്കിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഓരോന്നായിട്ട് ഈ ഒരു സമയത്ത് അതൊന്നും തന്നെ എണ്ണി പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സാധ്യതകളിൽ നിന്നുകൊണ്ട്, അതിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, ആ പരിമിതികളെ നിലനിൽക്കുമ്പോഴും അതിനെ പരമാവധി മറികടന്നുകൊണ്ട് നല്ല ഇടപെടൽ നടത്തുവാൻ പ്രധാന ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഭരണസമിതിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞങ്ങൾ സ്കൂളുകളിലെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട്, അതുപോലെ തന്നെ മറ്റു സമാന്തര സംവിധാനങ്ങൾ വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഒരുക്കി കൊടുത്തുകൊണ്ടൊക്കെ തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഒട്ടുമിക്ക സ്കൂളുകളിലും, ഹയർ സെക്കൻഡറി, ഹൈസ്കൂളുകളിലും ഈ ഒരു കുറഞ്ഞ കാലയളവിൽ തന്നെ ശുചിമുറികൾ